സഹൃദയരെ, ഞാൻ ഒരു ചെറിയ അനുഭവ കഥയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീട് പണി നടന്നു വരുന്നു. 6 മാസം പിന്നിട്ടു. ഇതിന്റെ പണിയിലേക്കായി ബംഗാളികളായ സുഹൃത്തുക്കളാണ് ഉൾപ്പെട്ടിരുന്നത്. അവരുടെ ഭക്ഷണത്തെ പറ്റി ആദ്യമേ പറഞ്ഞാൽ പരിപ്പ്, പർപ്പടകം, ഉരുളക്കിഴങ്ങ്, അങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്നാണ് അവരുടെ ആഹാര പാചകം. എല്ലാം ഒരുമിച്ചിരുന്ന് ആഹാരവും കഴിച്ച് ജോലി സ്ഥലത്തേക്ക് എത്തും. പുതിയ വീടിന്റെ അടുത്തായിട്ടാണ് ഞാൻ താമസിച്ചു വരുന്നത്. എന്താവശ്യത്തിനും ഈ ബംഗാളികൾ വീട്ടിലേക്ക് ഓടി വരും. ഒരു ദിവസം രാത്രിയിൽ ഏകദേശം 2 മണിയായി. കുറെ പേരുടെ ശബ്ദം, ഭായി ജൽദിയാവൂ ജൽദിയാവൂ. ഇത് നമ്മുടെ ബംഗാളി സുഹൃത്തുക്കളാണല്ലോ. ഞാൻ ആ ശബ്ദം കേട്ട് കതക് തുറന്ന് വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങി. ഭായി ജൽദിയാവോ ജൽദിയാവോ, ഏക ആദ്മിക്കോ ജ്യാദാ പ്രോബ്ലം, ഗ്യാസ് ഗ്യാസ്. എന്റെ മനസ്സ് പിടച്ചു. ആഹാരം വയ്ക്കുന്ന ഇടമാണ്, ആഹാരം സ്വന്തമായി പാചകം ചെയ്യുന്നതാണ്. അതനുസരിച്ച് ഈ ഗ്യാസ് ഗ്യാസ് ഗ്യാസ്, ജൽദി ജൽദി, ഡോക്ടർക്ക് ബുലാവോ, ജൽദി ബുലാവോ, ജൽദി ആവോ. आप लोग जाओ, मैं आएगा, आप लोग ആവോ 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 ജൽദി ആവോ. എന്നെ വിളിച്ച് ഞാൻ കൂടെ നടന്നു. രാത്രിയിൽ 2 മണിക്ക് ഡോക്ടറെ വിളിക്കണം. ഗ്യാസ് പ്രോബ്ലം, ഗ്യാസ് പ്രോബ്ലം, ഗ്യാസ് പ്രോബ്ലം, വെരി വെരി പ്രോബ്ലം. പുതിയ വീട്ടിലേക്ക് വെച്ച പാചകത്തിൽ നിന്നും വല്ല ഗ്യാസ് പൊട്ടിത്തെറിയോ മറ്റോ ഉണ്ടായതാണെന്നും കൂടുതൽ എനിക്കൊരു വിഷമം. ഞാൻ കൂടെ നടന്ന് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതിലുള്ള ഒരു ബംഗാളിയെ കുറെ പേർ കൂടി തടവുന്നു. ഞാൻ 4 വശവും നടന്നു നോക്കുക. ഗ്യാസ് പൊട്ടിത്തെറി ഉണ്ടായി, വീട് തകർന്നു. എന്തായിരിക്കും ഗ്യാസിന്റെ മറ്റ് പ്രശ്നങ്ങള്? ഡോക്ടറെ വിളിക്കത്തക്കവണ്ണം എന്തുണ്ടായി എന്ന് നോക്കുമ്പോൾ ഈ തടവ് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. ക്യാ ഭായി, ആദ്മിക്കോ ബഹുത്ത് തക്ലീഫ് ഹൈ, ഡോക്ടർക്ക് ബുലാവോ, ഗ്യാസ് കാ പ്രോബ്ലം. ഗ്യാസ് കാ പ്രോബ്ലം, വീടിന് തകരാറ് പറ്റിയോ എന്നുള്ള എന്റെ വെപ്രാളം പിടിച്ച ചിന്ത. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. കാര്യം ഇവരുടെ ഭക്ഷണത്തിൽ പറഞ്ഞതുപോലെ പരിപ്പും ഉരുളക്കിഴങ്ങ് മുതലായവയും അടുത്തൊരു കടയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളെല്ലാം വാങ്ങി തീറ്റയും. അങ്ങനെ വയറ് കയറി പെരുകി വിഷമിച്ച് ആ ഗ്യാസിന്റെ മേളിലുള്ള പ്രശ്നമാണ് എന്നെ ഈ രാത്രി വിളിച്ചുകൊണ്ട് വന്നതും എന്നെ ഭയപ്പെടുത്തിയതും. ഞാൻ കുറച്ച് ചുക്കുവെള്ളമോ കുറച്ച് തേയിലവെള്ളം ചൂടാക്കിയതോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചു നോക്കുന്നത് മാറും. അങ്ങനെ ആ രീതിയിൽ കാര്യങ്ങൾ നോക്കി അയാൾ സുഖം പ്രാപിക്കുകയും ചെയ്തു. അന്ന് എനിക്കുണ്ടായ ഭയം ഇന്നും മാറിയിട്ടില്ല. അതൊന്നും നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഓക്കേ.